നമ്മളിന്നൊരു പുളിയിഞ്ചിയാണ് കേട്ടോ വെക്കാൻ പോണത്. ചീഞ്ചട്ടിക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ്. നമുക്കിനി കടുക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇത് മൂത്തിട്ട് പുളി ഒഴിച്ച് കൊടുക്കാം. കറിവേപ്പില ഇടാം. പുളി പിഴിഞ്ഞത് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. 1.5 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഇതിങ്ങനെ കുറുകി വരണം. അതുവരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് കുറുകി വരുന്നുണ്ട്. നമുക്കിതിലേക്കിനി ശർക്കര ഇട്ട് കൊടുക്കണം. ഇതിട്ട് കൊടുക്കാം. നമുക്ക് ശർക്കര പൊടിച്ച് ഇട്ട് കൊടുക്കാം. അത് കുറുകി വന്നു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കായം പൊടി ഇട്ട് കൊടുക്കാം. അത് കുറുകി വന്നു. ഇനി ഒന്നും കൂടെ ആവാനുണ്ട്. ഇതിലേക്ക് നമുക്ക് പിന്നെ എള്ളും പൊടിച്ചിടാം. നമ്മളത് ഒന്നും ഉപയോഗിക്കുന്നില്ല. അത് നന്നായി കുറുകി വന്നു. ഇനി ഒന്നും കൂടെ കുറുകും. അത് നന്നായി കുറുകി വന്നു. ഇനി നമുക്കിതൊരു പാത്രത്തിൽ വെച്ചേക്കാം. അപ്പോൾ നമ്മുടെ പുളിയിഞ്ചി ആയെണ്ണു. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.